വെൽക്കം ടു ഇംഗ്ലീഷ് ലോഞ്ച്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക് ഡു ഡസ് ഡിഡിനെ കുറിച്ചാണ്. നമ്മൾ മിക്കവർക്കും കൺഫ്യൂഷൻ വരുന്ന ഒരു ഏരിയ ആണല്ലേ ഡു ഡസ് ഡിഡ്. സോ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡു എവിടെയാ യൂസ് ചെയ്യുക, ഡസ് എവിടെയാണ് യൂസ് ചെയ്യുന്നത്, എന്താണ് ഡിഡ്, ഇതെല്ലാമാണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് സെഷനിലോട്ട് കിടക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പൊ നമുക്കറിയാം ഈ ഡു ഡസ് ഡിഡ് എന്ന് പറയുന്നത് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. പക്ഷെ സിമ്പിൾ ആയിട്ട് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഡു ഡസ് ഡിഡ്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഗ്രാമറിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ബേസ് ടോപ്പിക് ആണ് നമ്മുടെ ഡു ഡസ് ഡിഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഈ ഡു ഡസ് ഡിഡിന്റെ ഡിഫറെന്റ് ഫോംസ് നമുക്ക് മനസ്സിലാക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വേർബിന് 5 ഡിഫറെന്റ് ഫോംസ് ആണ് ഉള്ളത് അല്ലെ. നമ്മുടെ മെയിൻ വെർബിന് 5 ഡിഫറെന്റ് ഫോംസ് ആണ് ഉള്ളത്. എന്താണ് ഈ മെയിൻ വെർബ് എന്ന് പറയുന്നത്? ഇൻഡിപെൻഡന്റ് ആയിട്ട് മറ്റാരെയും ആശ്രയിക്കാതെ ഇൻഡിപെൻഡന്റ് ആയിട്ട് പൂർണ്ണമായിട്ട് അർത്ഥം നൽകുന്ന വേർബ്സിനെയാണ് മെയിൻ വെർബ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഈ മെയിൻ വെർബിനെ ഹെൽപ്പ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന വേർബ്സിനെയാണ് നമ്മൾ ഓക്സിലറി വേർബ്സ് അഥവാ ഹെൽപ്പിംഗ് വേർബ്സ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ ഓക്സിലറി വെർബിനെ നമ്മൾ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. പ്രൈമറി ഓക്സിലറീസും മോഡൽ ഓക്സിലറീസും അല്ലെ. മൊത്തം 24 ഓക്സിലറി വേർബില് രണ്ടായിട്ടാണ് നമ്മൾ ഓക്സിലറി വേർബിനെ ഡിവൈഡ് ചെയ്യുന്നത്, പ്രൈമറിയും മോഡലും അല്ലെ. അപ്പൊ എന്താണ് ഈ ഓക്സിലറി വേർബ് എന്ന് പറയുന്നത്? ഹെൽപ്പിംഗ് വേർബ് അല്ലെ. മെയിൻ വെർബിനെ ഹെൽപ്പ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന വേർബ്സിനെയാണ് ഓക്സിലറി വേർബ്സ് ഓർ ഹെൽപ്പിംഗ് വേർബ്സ് എന്ന് നമ്മൾ പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഈ ഓക്സിലറി വേർബിനെ രണ്ടായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്, പ്രൈമറി ഓക്സിലറിയും മോഡൽ ഓക്സിലറിയും. ഈ പ്രൈമറി ഓക്സിലറിയിൽ വരുന്ന 3 ഫാമിലീസ് ഉണ്ട് അഥവാ 3 കുടുംബങ്ങളുണ്ട്. ഒന്നാമത്തേത് ബി. ഓക്കെ, ഫസ്റ്റ് ഫാമിലി ഏതാണ്? ബി ആണ്. ബിയുടെ ഡിഫറെന്റ് ഫോംസ് ഏതൊക്കെയാണ്? ഈസ്, ആം, ആർ, വാസ്, വേർ, ബീങ്, ബീന്. ഇത്രയുമാണ് ബിയുടെ ഡിഫറെന്റ് ഫോംസ് എന്ന് പറയുന്നത്. അപ്പൊ പ്രൈമറി ഓക്സിലറി ഫാമിലിയിലെ ആദ്യത്തെ ആളാണ് ബി കുടുംബം അഥവാ ബി ഫാമിലി. ബി ഫാമിലിയിൽ ആരൊക്കെയാ വരുന്നത്? ഈസ്, ആം, ആർ, വാസ്, വേർ, നമ്മുടെ ബീങ്, ബീന്. രണ്ടാമത്തെ ഫാമിലിയാണ് ഡു ഫാമിലി. ഡു ഫാമിലിയിൽ വരുന്നത് അഥവാ ഡൂന്റെ ഡിഫറെന്റ് ഫോംസ് ആണ് ഡു, ഡസ്, ഡിഡ്. പ്രൈമറിയിലെ രണ്ടാമത്തെ കുടുംബമാണ് ഡു എന്ന് പറയുന്നത്. അതിൽ ഡൂലെ വരുന്ന മെമ്പേഴ്സ് ആരൊക്കെയാണ്, അല്ലെങ്കിൽ ഡൂന്റെ ഡിഫറെന്റ് ഫോംസ് ഏതൊക്കെയാണ്? ഡു, ഡസ്, ഡിഡ്. മൂന്നാമത്തെ ഫാമിലിയാണ്, അതായത് പ്രൈമറി ഓക്സിലറിയിലെ മൂന്നാമത്തെ ഫാമിലിയാണ് ഹാവ് ഫാമിലി. ഹാസ്, ഹാവ്, ഹാഡ് നമ്മളൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ആ വീഡിയോ കാണുക. അപ്പൊ മൂന്നാമത്തത് ഹാവ് ഫാമിലി ആണ്. ഹാവ് ഫാമിലി വരുന്ന ആൾക്കാരാണ് ഹാസ്, ഹാവ്, ഹാഡ്. അപ്പൊ ഇത്രയും പേര് ചേരുന്നതാണ് നമ്മുടെ പ്രൈമറി ഓക്സിലറി എന്ന് പറയുന്നത്. ബിയുടെ ഫോംസ് ഏതൊക്കെയാണ്? ഈസ്, ആം, ആർ, വാസ്, വേർ, ബീങ്, ബീന്. ഡൂന്റെ ഫോംസ് ഡു, ഡസ്, ഡിഡ്. ഹാവിന്റെ ഫോംസ് ഹാസ്, ഹാവ്, ഹാഡ്. ഇത്രയും പ്രൈമറി ഓക്സിലറി ആണ്. ഇനി ഓക്സിലറി വെർബിന്റെ രണ്ടാമത്തെ കാറ്റഗറി മോഡൽ ഓക്സിലറീസ് ആണ് അല്ലെ. മോഡൽ ഓക്സിലറീസ് വരുന്ന ആൾക്കാരാണ് വില്ല്, വുഡ്, ഷാല്, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, സെമി മോഡൽസ് ആയ യൂസ് ടു, നീഡ് ടു, ഡെയർ ടു, ഔട്ട് ടു. ഇതെല്ലാമാണ് മോഡൽ ഓക്സിലറീസ് എന്ന് പറയുന്നത്. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസും നിങ്ങൾ മനസ്സിലാക്കുക. പ്രൈമറി ഓക്സിലറിയെ നമുക്ക് മെയിൻ വെർബായിട്ടും യൂസ് ചെയ്യാം, ഹെൽപ്പിംഗ് വെർബായിട്ടും യൂസ് ചെയ്യാം. രണ്ട് രീതിയിൽ, അതായത് ഈ ബി ഫോംസ് ആണെങ്കിലും ഡൂന്റെ ഫോംസ് ആണെങ്കിലും ഹാവിന്റെ ഫോംസ് ആണെങ്കിലും പ്രൈമറി ഓക്സിലറിയിൽ വരുന്ന എല്ലാവരെയും മെയിൻ വെർബായിട്ടും ഹെൽപ്പിംഗ് വെർബായിട്ടും നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഈ മോഡൽ ഓക്സിലറി വരുന്ന ആൾക്കാരെ നമുക്ക് ഹെൽപ്പിംഗ് വെർബായിട്ട് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഈ വില്ല്, വുഡ്, ഷാൽ, ഷുഡ്, ക്യാൻ, കുഡ് ഇവരെല്ലാം ഹെൽപ്പിങ്ങിന് വേണ്ടി മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവർക്ക് ഒരിക്കലും മെയിൻ വെർബായിട്ട് വരാൻ സാധിക്കില്ല. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് പ്രൈമറിയും നമ്മുടെ മോഡലും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പൊ ഈ ഓക്സിലറി വെർബ് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം ഈ ഡു, ഡസ്, ഡിഡ് എന്ന് പറയുന്നത് പ്രൈമറി ഓക്സിലറി വരുന്ന ആൾക്കാരാണ് ഡു, ഡസ്, ഡിഡ്. ഡൂന്റെ ഡിഫറെന്റ് ഫോംസ് അഥവാ 3 ഫോംസ് ആണ് ഡു, ഡസ്, ഡിഡ്. അതിനു മുമ്പായിട്ട് നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം പറഞ്ഞു.
മെയിൻ വെർബിന് 5 ഡിഫറെന്റ് ഫോംസ് ആണ് ഉള്ളത്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്, ഇപ്പൊ ഇത്രയും മനസ്സിലാക്കുക. മെയിൻ വെർബിന് 5 ഡിഫറെന്റ് ഫോംസ് ആണ് ഉള്ളത്. V1, V2, V3, V4, V5 ഇങ്ങനെ 5 ഡിഫറെന്റ് ഫോംസ് ആണ് ഉള്ളത്. V1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏറ്റവും ബേസ് ആയിട്ടുള്ള ഫസ്റ്റ് ഫോം ഓഫ് വെർബിനെയാണ് നമ്മൾ V1 എന്ന് പറയുന്നത്. V2 എന്ന് പറയുന്നത് കഴിഞ്ഞു പോയ കാര്യങ്ങളെ പാസ്റ്റിനെ കാണിക്കുന്ന വേർബാണ് V2 എന്ന് നമ്മൾ പറയുന്നത്. V1 എന്ന് പറയുന്നത് നമ്മൾ പ്രസന്റിൽ യൂസ് ചെയ്യുന്ന പ്ലൂറൽ വേർബ്സ് ആണ് V1. ഞാൻ പറഞ്ഞ ഒരു വെർബിനെ എങ്ങനെ സിംഗുലർ ആക്കുക? എസ് ഓർ ഇഎസ് ചേർത്താണ് ഒരു വേർബിനെ സിംഗുലർ ആക്കുന്നത് അല്ലേ? പക്ഷെ V1 എന്ന് പറയുന്നത് ഒന്നും ചേർക്കാതെ ബേസ് ഫോമിൽ വരുന്ന വേർബിനെയാണ് V1 എന്ന് പറയുന്നത് പ്രസന്റിലാണ് യൂസ് ചെയ്യുന്നത്. ഇനി V2 ആണെങ്കിൽ കഴിഞ്ഞുപോയ കാര്യങ്ങളെ ഒരു പാസ്റ്റിനെ കാണിക്കുന്ന വേർബാണ് V2 എന്ന് പറയുന്നത്. V3 എന്ന് പറയുന്നത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്, അതായത് ഹാസിന്റെയും ഹാവിന്റെയും കൂടെ വരുന്ന വേർബ്സിനെയാണ് V3 എന്ന് നമ്മൾ പറയുന്നത്. V4 എന്ന് പറയുന്നത് ING ഫോം ഓഫ് വേർബ് ആയിരിക്കും, അതായത് ഈറ്റിംഗ്, ഡൂയിങ്, ഡ്രിങ്കിങ് ഈ വേർബ്സ് എല്ലാം അവസാനിക്കുന്നത് ING ഫോമിലായിരിക്കും. ഓക്കെ, ഇനി ലാസ്റ്റ് ഫോം, ഫിഫ്ത്ത് ഫോം എന്ന് പറയുന്നത് ഈ വെർബ് എസ് ഓർ ES ഫോമിലായിരിക്കും, അതായത് സിംഗുലർ ഫോമിലായിരിക്കും. ഇപ്പൊ ഈറ്റിന്റെ സിംഗുലർ എസ് ചേർക്കുമ്പോൾ ഈറ്റ്സ് അല്ലെ, വാക്സ്, ഡ്രിങ്ക്സ്, മനസ്സിലായോ? എസ് ഓർ ES ഫോം അഥവാ സിംഗുലർ വേർബ് ആണ് V5 എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഡൂന്റെ ഡിഫറെന്റ് ഫോംസ് കണ്ടാലോ. ആദ്യത്തത് V1, V2, V3, V4, V5 അല്ലെ? വേർബിന്റെ 5 ഫോമാണ് V1, V2, V3, V4, V5. ഒരു കാര്യം ശ്രദ്ധിക്കണേ, ഇതില് ഫസ്റ്റ് ഫോം അഥവാ ബേസ് ഫോം ആണ് ഡു എന്ന് പറയുന്നത്. ഡു ആണ് V1 ഫോം എന്ന് പറയുന്നത്. V2 എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു പോയ കാര്യങ്ങളെ പാസ്റ്റിനെ കാണിക്കുന്ന വേർബിനെയാണ് V2 എന്ന് പറയുന്നത്. അപ്പൊ V2 എന്താണ്? ഡൂന്റെ V2 അഥവാ പാസ്റ്റ് എന്ന് പറയുന്നത് ഡിഡ് ആണ്. കണ്ടോ, V2 എന്ന് പറയുന്നത് ഡിഡ് ആണ്. V3 എന്ന് പറയുന്നത് എന്താണ്? പാസ്റ്റ് പാർട്ടിസിപ്പിൾ, ഹാസിന്റെയും ഹാവിന്റെയും കൂടെ യൂസ് ചെയ്യുന്ന V3 വേർബ് ആണ് അല്ലെ? V3. അപ്പൊ ഡൂന്റെ V3 എന്ന് പറയുന്നത് ഡൺ ആണ്, ഡൺ. ഓക്കെ, ഡു, ഡിഡ്, ഡൺ. V4 എന്ന് പറയുന്നത് ING ഫോമിലായിരിക്കും. ഈ വെർബ് എപ്പോഴും അവസാനിക്കുക INGയിലായിരിക്കും. പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുന്നത്. V3 എന്ന് പറയുന്നത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണെങ്കിൽ V4 എന്ന് പറയുന്നത് പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണ്. ഡ്രിങ്കിങ്, ഈറ്റിംഗ്, റണ്ണിങ്, വാക്കിംഗ് അല്ലേ? അപ്പൊ ഡൂന്റെ കൂടെ V4 ING ചേർക്കുമ്പോ ഡൂയിങ് അല്ലേ? ഓക്കെ, അപ്പൊ V4 എന്ന് പറയുന്നത് ഡൂയിങ്. അടുത്തത് V5 എന്ന് പറയുന്നത് നമുക്കറിയാം ഈ വെർബ് എസ് ഓർ ES ഫോം ആയിരിക്കും, സിംഗുലർ വെർബ് ആയിരിക്കും. അപ്പൊ ഡൂന്റെ കൂടെ ES ചേർത്താ പോരെ, സിംഗുലർ ആക്കിയാ പോരെ? എന്ത് കിട്ടി? ഡസ് കിട്ടിയില്ലേ അല്ലേ? V5 അഥവാ സിംഗുലർ എന്ന് പറയുന്നത് ഡസ് ആണ്. അപ്പൊ ഡൂന്റെ ഡിഫറെന്റ് ഫോംസ് കണ്ടോ? V1 എന്ന് പറയുന്ന ഡൂ ആണ്, ഡൂന്റെ പാസ്റ്റ് ഡിഡ് ആണ്. V3 എന്ന് പറയുന്നത് ഡൺ ആണ്. V4 ING വരുമ്പോൾ ഡൂയിങ്. V5 അല്ലെ, സിംഗുലർ വെർബ് ആയിരിക്കും V5 എന്ന് പറയുന്നത്. ഒരു വെർബിനെ എസ് ഓർ ES ചേർത്താണ് സിംഗുലർ ആക്കുക. അപ്പോൾ ഡൂന്റെ കൂടെ ES ചേർത്തപ്പോ ഡസ് കിട്ടി. ഇതാണ് വിയുടെ ഡിഫറെന്റ് ഫോംസ് എന്ന് പറയുന്നത്. ഇനി ഒന്നും കൂടെ ശ്രദ്ധിക്കുക, ഡു എന്ന് പറയുന്നത് ബേസ് വെർബ് ആണെന്ന് ഞാൻ പറഞ്ഞു. എസ് ഓർ ES ഒന്നും ചേർത്തിട്ടില്ലല്ലോ. വെർബ് ബേസ് ഫോമിലാണെങ്കിൽ വെർബ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? പ്ലൂറൽ അല്ലേ? അപ്പൊ ഡു എന്ന് പറയുന്നത് പ്ലൂറൽ ആണ്. ശ്രദ്ധിക്കണേ, ഡു എന്ന് പറയുന്നത് പ്ലൂറൽ ആണ്. ഇനി ഡൂന്റെ V5 ആണ് ഏത്? ഡസ് എന്ന് പറയുന്നത്. ഡസ് സിംഗുലർ അല്ലേ? എസ് ഓർ ES ചേർത്തല്ലേ വെർബിനെ സിംഗുലർ ആക്കുക. അപ്പോ ഡസ് എന്ന് പറയുന്നത് സിംഗുലർ വെർബാണ്. സിംഗുലർ വെർബാണ് ഡസ്. ഓക്കെ, ഇനി ഡിഡ് അല്ലെ? നമുക്കറിയാം V2 ആണ്. കഴിഞ്ഞുപോയ കാര്യങ്ങളെ പാസ്റ്റിനെയാണ് V2 എന്ന് പറയുന്നത്. സോ ഡിഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴാണ്? പാസ്റ്റിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഡിഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡു പ്ലൂറലും ഡസ് സിംഗുലറും
ഡിഡ് പാസ്റ്റുമാണ്. ഇത് അങ്ങനെ തന്നെ പഠിച്ചിരിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. സിമ്പിൾ ആണ്. ഒരു വെർബിന് എസ് ഓർ എസ് ചേർക്കുമ്പോൾ സിംഗുലർ ആകും. ഡൂന്റെ കൂടെ എസ് ചേർത്തപ്പോൾ ഡസ് കിട്ടി, സിംഗുലർ ആയി. ഡു എന്ന് പറയുന്നത് ഒന്നും ചേർക്കാതെ വരുന്ന ബേസ് വെർബ് V1 ആണ്, പ്ലൂറൽ ആണ്. ഡിഡ് എന്ന് പറയുന്നത് V2, കഴിഞ്ഞുപോയ കാര്യങ്ങളെയാണ് ഡിഡ് കാണിക്കുന്നത്, പാസ്റ്റ് കാണിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോ സബ്ജക്റ്റ് ആയിട്ട് I, we, you, they. ഓക്കെ, സബ്ജക്റ്റ് ആയിട്ട് I, we, you, they വരെയാണെങ്കിൽ ഡൂലും ഡസിലും ആരെയാ ചേർക്കുക? പ്ലൂറൽ അല്ലേ? കാരണം എന്താ? ഈ I, we, you, they എന്ന് പറയുന്ന പ്ലൂറൽ സബ്ജക്റ്റ് അല്ലേ? സബ്ജക്റ്റ് പ്ലൂറൽ ആകുമ്പോൾ വേർബ് പ്ലൂറൽ ആകണ്ടേ? ഡു അല്ലേ പ്ലൂറൽ വേർബ്? ഒന്നും ചേർക്കാതെ വരുന്ന V1 വേർബ് അല്ലേ? സോ സബ്ജക്റ്റ് ആയിട്ട് I, we, you, they വരെയാണെങ്കിൽ അവിടെ യൂസ് ചെയ്യേണ്ട വേർബാണ് ഡു എന്ന് പറയുന്നത്. ഇനി സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ, അതായത് he, she, it അല്ലെ? സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഏത് വേർബാ ചേർക്കുക? ഡൂലും ഡസിലും. ഡസ് അല്ലേ? ഡസ് സിംഗുലർ അല്ലേ? ഡസ് ആണ് യൂസ് ചെയ്യുന്നത്. ഡിഡ് നമുക്കറിയാം, എല്ലാ സബ്ജക്റ്റിന്റെയും കൂടെ നമ്മൾ ഡിഡ് യൂസ് ചെയ്യും. ഇനി സബ്ജക്റ്റ് ആയിട്ട് ഒരു പേഴ്സന്റെ പേരാണെന്ന് വെച്ചോ. ഇപ്പൊ ഷീല അല്ലെ? ഷീല എന്ന് നമുക്ക് കൊടുക്കാം. സബ്ജക്റ്റ് ഒരു വ്യക്തിയുടെ പേരാണ്. ഷീല എന്ന് പറയുന്ന ഒരാളല്ലേ ഉള്ളൂ. ഷീല സിംഗുലർ അല്ലേ? അപ്പൊ ഡൂലും ഡസിലും ആരെ യൂസ് ചെയ്യാ? ഡസ് ആണല്ലേ? ഡസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് ഡിഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് എല്ലാ സബ്ജക്റ്റിന്റെയും കൂടെ ഡിഡ് യൂസ് ചെയ്യും. പാസ്റ്റിനെയാണ് കാണിക്കുന്നത്. അതായത് I, we, you, they, പിന്നെ നമ്മുടെ സിംഗുലർ സബ്ജക്റ്റ് അല്ലേ? he, she, it അല്ലെ? he, she, it. ഇങ്ങനെ എല്ലാ ഒരു പേഴ്സന്റെ പേരാണെങ്കിലും അല്ലെ? ഇപ്പൊ ഷീലയാണെങ്കിൽ ഞാൻ ഷീല എന്ന് എഴുതാണ് കേട്ടോ. ഈ എല്ലാ പേഴ്സൺസിന്റെയും കൂടെ അഥവാ എല്ലാ പ്രൊനൗൺസിന്റെയും കൂടെ അല്ലെങ്കിൽ എല്ലാ സബ്ജക്റ്റിന്റെയും കൂടെ ഡിഡ് നമ്മൾ യൂസ് ചെയ്യും. ഡിഡ് പാസ്റ്റിലാണ് യൂസ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇനി ഡു ഡസ് ഡിഡിന്റെ മീനിങ് എന്ന് പറയുന്നത് ഒരു ആക്ഷനെ സൂചിപ്പിക്കാൻ യൂസ് ചെയ്യുന്ന വേർബ്സ് ആണ് ഡു ഡസ് ഡിഡ്. മലയാളത്തിൽ നമ്മൾ പറയാം ചെയ്യുക. ഒരു ആക്ഷൻ ചെയ്യുക എന്ന് പറയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചെയ്യുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഡു ഡസ് ഡിഡ് യൂസ് ചെയ്യുന്നത്. അഥവാ ഒരു ആക്ഷനെ സൂചിപ്പിക്കുന്നതാണ് എന്ത്? ഡു ഡസ് ഡിഡ് എന്ന് പറയുന്നത്. ഒരു ആക്ഷനെയാണ് ഡു ഡസ് ഡിഡ് എന്ന് പറയുന്നത്. ചെയ്യുക എന്ന അർത്ഥത്തില് മലയാളത്തിൽ നമ്മൾ ചെയ്യുക എന്ന് പറയും. ഇംഗ്ലീഷിൽ വരുമ്പോൾ അവിടെ ഡു ഡസ് ഡിഡ് യൂസ് ചെയ്യുക. ആക്ഷനെയാണ് കാണിക്കുന്നത്. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഹി ഷീ ഇറ്റ് ആണെങ്കിൽ ഡസ് യൂസ് ചെയ്യുക. I, we, you, they ആണെങ്കിൽ ഡു യൂസ് ചെയ്യുക. ഇനി ഒരു പേഴ്സൺ സിംഗുലർ ആണെങ്കിൽ ഡസ്, ഡിഡ് ആണെങ്കിൽ അതിന്റെയൊക്കെ പാസ്റ്റ് എല്ലാ സബ്ജക്റ്റിനെയും കൂടെ യൂസ് ചെയ്യും. ഒരു ആക്ഷനെയാണ് കാണിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് കണ്ടു നോക്കിയാലോ. ഇപ്പൊ പറയാണ് he does his homework. He does his homework daily or every day എന്ന് നമുക്ക് പറയാം കേട്ടോ. He does his homework daily അല്ലെങ്കിൽ every day. ഇവിടെ പറയുന്നത് എന്താണ്? അവൻ എല്ലാ ദിവസവും അവന്റെ ഹോംവർക്ക് ചെയ്യാറുണ്ട്. ഇവിടെ സബ്ജക്റ്റ് എന്ന് പറയുന്ന അവനല്ലേ? ഓർ ഹി അല്ലെ? ഹി ചെയ്യുന്ന ഒരു ആക്ഷനെ കുറിച്ചല്ലേ പറയുന്നത്? ഹോംവർക്ക് ചെയ്യുക അല്ലെ? അപ്പൊ ആക്ഷനെ സൂചിപ്പിക്കാൻ അവിടെ ഡു ഡസ് ഡിഡ് ആണ് യൂസ് ചെയ്യുക. ഇവിടെ സബ്ജക്റ്റ് ഹി ആണ്. സിംഗുലർ ആയത് കാരണം നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഡസ് നമുക്ക് യൂസ് ചെയ്യാം. അടുത്തത് she does her laundry. She does her laundry. She does her laundry on Sundays. അല്ലെ? She does her laundry on Sundays. സൺഡേസ് തോറുമാണ് അവൾ അവളുടെ ക്ലോത്ത്സ് ഒക്കെ വാഷ് ചെയ്യുന്നത്, ലോണ്ട്രി ചെയ്യുന്നത്. അവൾ ചെയ്യുന്ന ഒരു ആക്ഷനെ കുറിച്ചാണ് പറയുന്നത്. ഷീ സിംഗുലർ ആണ്. അപ്പൊ ഒരു ആക്ഷനെ കാണിക്കാൻ ഡു ഡസിൽ ഏതാ യൂസ് ചെയ്യുക? സിംഗുലർ വേർബായ ഡസ്. സോ ഡസ് യൂസ് ചെയ്തു. അടുത്തത് I
ഡു മൈ ഡ്യൂട്ടി. ഐ ഡു മൈ ഡ്യൂട്ടി. ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്യുന്നു. ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ്, എൻ്റെ ഒരു ആക്ഷൻ ആണ് ഞാൻ ഡ്യൂട്ടി ചെയ്യുക എന്ന് പറയുന്നത്. ഇവിടെ സബ്ജക്റ്റ് ഐ അല്ലേ, അപ്പൊ ഡു ഡസ് ഡിഡിൽ ആരെ യൂസ് ചെയ്യാ? ഡിഡ് അല്ല, ഡിഡ് പാസ്റ്റ് ആണെന്ന് നമുക്കറിയാം. ഐ വി യു ദേ വരാണെങ്കിൽ സബ്ജക്റ്റ് പ്ലൂറൽ ആണ്, വെർബ് പ്ലൂറൽ ആകും. നമ്മൾ ഡു യൂസ് ചെയ്തു. അടുത്തത് ഷീ ഡസ് ഹർ ഡ്യൂട്ടി അല്ലെ. ഷീ ഡസ് ഹർ ഡ്യൂട്ടി. അവൾ അവളുടെ ഡ്യൂട്ടി ചെയ്യുന്നു. അവൾ ചെയ്യുന്ന ഒരു ആക്ഷനെ കുറിച്ചല്ലേ പറയുന്നത് അല്ലെ. അപ്പൊ ഡു ഡസിൽ ആരെ യൂസ് ചെയ്യാ? സബ്ജക്റ്റ് ഷീ ആയത് കാരണം ഡസ് യൂസ് ചെയ്തു. അതുപോലെ ഇപ്പൊ നമ്മൾ പറയാണ് വി ഡു ആർ ഡ്യൂട്ടി അല്ലെ. വി ഡു ആർ ഡ്യൂട്ടി. ഞങ്ങൾ ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്യുന്നു. ചെയ്യുന്നല്ലേ പറയുന്ന ഒരു ആക്ഷനല്ലേ കാണിക്കുന്നത്. സബ്ജക്റ്റ് ആരാ? വി അല്ലേ, വി പ്ലൂറൽ അല്ലേ. അപ്പൊ ഡൂലും ഡസിലും ആരെ യൂസ് ചെയ്യാ? ഡൂനെയാണ് യൂസ് ചെയ്യേണ്ടത്. ദേ ഡു ആർ ഡ്യൂട്ടി, ദേ ഡു ദെയർ ഡ്യൂട്ടി അല്ലെ. അവർ അവരെ ഡ്യൂട്ടി ചെയ്യുന്നു. ദേ ഡു ദെയർ ഡ്യൂട്ടി. ദേ പ്ലൂറൽ ആയത് കാരണം ഡു നമ്മൾ യൂസ് ചെയ്തു. അപ്പൊ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒരു ആക്ഷനെ കാണിക്കാനാണ് ഡൂവും ഡസും ഡിഡും യൂസ് ചെയ്യുന്നത്. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഒരു ആക്ഷനെയാണ് കാണിക്കുന്നതെങ്കിൽ ഡസ് യൂസ് ചെയ്യുക. ഇവിടെ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ഡൂം യൂസ് ചെയ്യുക. ഇനി ഡിഡ് യൂസ് ചെയ്ത് നമുക്ക് 2-3 എക്സാമ്പിൾസും കൂടി കാണാം. ഇപ്പൊ പറയാണ് ഐ ഡിഡ് മൈ ഡ്യൂട്ടി. ഇവിടെ ഞാൻ പറയുന്ന എന്താണ്? ഐ ഡിഡ് മൈ ഡ്യൂട്ടി. ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്തു അല്ലെ. ചെയ്തു എന്നല്ല പറയുന്നത്, ചെയ്യുന്നു എന്നല്ലല്ലോ. ചെയ്തു എന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി ചെയ്തു കഴിഞ്ഞാണ്, പാസ്റ്റ് ആണ്. ഒരു ആക്ഷൻ ചെയ്തു കഴിഞ്ഞെങ്കിൽ ഡൂന്റെ ഡസിന്റെ പാസ്റ്റ് അല്ലേ ഡിഡ്. ഡിഡ് ആണ് യൂസ് ചെയ്യുക. ഡിഡ് എല്ലാ സബ്ജക്റ്റിനെയും കൂടെ യൂസ് ചെയ്യും. സിംഗുലർ ആണോ പ്ലൂറൽ ആണോ നോക്കേണ്ട ആവശ്യമില്ല, കാരണം ഡിഡ് പാസ്റ്റിനെയാണ് കാണിക്കുന്നത്. സോ ഐ ഡിഡ് മൈ ഡ്യൂട്ടി. അടുത്ത നോക്കിയാലോ. ഷീ ഡിഡ് ഹർ ഹോംവർക്ക് അല്ലേ. ഷീ ഡിഡ് ഹർ ഹോംവർക്ക്. അവൾ അവളുടെ ഹോംവർക്ക് ചെയ്തു. ചെയ്ത് കഴിഞ്ഞതിനെ കുറിച്ചാണ് പറയുന്നത്. ഓൾറെഡി ഒരു ആക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഡൂന്റെയും ഡസിന്റെയും പാസ്റ്റ് ആയ ഡിഡ് ആണ് യൂസ് ചെയ്തത്. കണ്ടോ, സബ്ജക്റ്റ് ഷീ വന്നെങ്കിൽ പോലും ചെയ്ത് കഴിഞ്ഞത് കൊണ്ട് ഡിഡ് യൂസ് ചെയ്തു. അടുത്തത് ഹീ ഡിഡ് ഹിസ് ലോണ്ട്രി. അവൻ അവന്റെ ലോണ്ട്രി എല്ലാം ചെയ്തു. ചെയ്തു എന്നാണ് പറയുന്നത്, പാസ്റ്റ് അല്ലേ. നോക്കിക്കേ, ഹീ വന്നിട്ട് പോലും ഡിഡ് ആണ് യൂസ് ചെയ്തത്, കാരണം പാസ്റ്റിനെയാണ് കാണിക്കുന്നത്. അടുത്തത് വി ഡിഡ് ആർ ഡ്യൂട്ടി. വി ഡിഡ് ആർ ഡ്യൂട്ടി. ഞങ്ങൾ ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്തു. ചെയ്തു എന്നാണ് പറയുന്നത്, പാസ്റ്റ് ആണ്. നമ്മളിവിടെ ഡിഡ് ആണ് യൂസ് ചെയ്തത്. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുക, ഡിഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് പാസ്റ്റിന്റെ കൂടെയാണ്. അതായത് സബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്നൊന്നും നോക്കണ്ട. ഒരു ആക്ഷൻ ചെയ്ത് കഴിഞ്ഞെങ്കിൽ സബ്ജക്റ്റിന് ശേഷം അവിടെ ഡിഡ് യൂസ് ചെയ്യുക. പ്രസന്റിൽ യൂസ് ചെയ്യുന്നതാണ്, അത് ഞാൻ ഇപ്പൊ എഴുതി കാണിച്ചു തരാം. പ്രസന്റിലാണ്, അതായത് പ്രസന്റിലാണ് നമ്മൾ ഒരു ആക്ഷനെ കാണിക്കാൻ ഡൂവും ഡസും യൂസ് ചെയ്യുന്നത്. അതില് ഡു പ്ലൂറൽ ആണ്, ഡസ് സിംഗുലർ ആണ്. ഓക്കെ, ഡസ് സിംഗുലർ ആണ്. ഓക്കെ, ഐ വി യു ദേ. ഐ വി യു ദേ പ്ലൂറൽ സബ്ജക്റ്റ് ആണ്, അവിടെ ഡു ചേർക്കുക. ഹി ഷീ ഇറ്റ് അല്ലെ, സിംഗുലർ സബ്ജക്റ്റ് ആണ്, ഡസ് യൂസ് ചെയ്യുക. ഇനി പാസ്റ്റിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ഡിഡ് യൂസ് ചെയ്യുന്നത്. എല്ലാ സബ്ജക്റ്റിൻ്റെയും കൂടെയും നമ്മൾ ഡിഡ് യൂസ് ചെയ്യും. ഓൾ സബ്ജക്ട്സ്. ഓക്കെ, ഒരു ആക്ഷനെയാണ് ഡൂവും ഡസും ഡിഡും കാണിക്കുന്നത്. ഇത്രേ കാര്യങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. പ്രസന്റിൽ യൂസ് ചെയ്യുന്ന 2 വേർബ്സ് ആണ് ഡു ഡസ്, ഒരു ആക്ഷൻ കാണിക്കാൻ. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ അവിടെ ഡസ് യൂസ് ചെയ്യുക, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ഡു യൂസ് ചെയ്യുക. പാസ്റ്റിനെ കാണിക്കാൻ ഒരു ആക്ഷൻ ചെയ്ത് കഴിഞ്ഞെങ്കിൽ അവിടെ ഡിഡ് യൂസ് ചെയ്യുക. എല്ലാ സബ്ജക്റ്റിനെയും കൂടെ നമ്മൾ ഡിഡ് യൂസ് ചെയ്യാറുണ്ട്.
ഓക്കെ, അപ്പോൾ വളരെ സിമ്പിൾ അല്ലേ ഡു ഡസ് ഡിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയി മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കോമെന്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു ഓൾ.